പീസ് മേക്കർ സീസൺ 2 ഫിനാലെ എപ്പിസോഡില് ക്രിസ്റ്റഫർ സ്മിത്ത് അഥവാ പീസ് മേക്കറിന്റെ പക്കൽ നിന്ന് കിട്ടിയ ഒരു ഏലിയൻ ആർട്ടിഫാക്റ്റിന്റെ സഹായത്തോടെ ആർഗസ് ക്വാണ്ടം അൺഫോൾഡിംഗ് ചേംബറിലേക്ക് പ്രവേശിച്ച് അവിടുത്തെ പല ഡോറുകളും ഓപ്പൺ ചെയ്ത് പല വേൾഡും വാസയോഗ്യമാണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഓരോ ഡോറും വളരെ വിചിത്രവും വളരെ ഭയാനകരവുമായ വേൾഡുകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആർഗസ് ആദ്യമായിട്ട് പ്രവേശിക്കുന്നത് ക്യാൻഡി ലാൻഡിലേക്കാണ്. കണ്ടാൽ വളരെ ശാന്തമായ ക്യാൻഡികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വേൾഡ്. എന്നാൽ അവിടെയുള്ളതോ മനുഷ്യനെ പോലും തിന്നുന്ന ഇംസ് എന്ന് വിളിക്കപ്പെടുന്ന ജീവികളാണ്. ആർഗസ് രണ്ടാമതായിട്ട് പ്രവേശിക്കുന്നത് ഹെറോണിമസ് ബോഷ് എന്ന പ്ലാനറ്റിലേക്കാണ്. നരക തുല്യമായ ഒരു പ്ലാനറ്റ് ആണ് ഹെറോണിമസ് ബോഷ് പ്ലാനറ്റ്. മാത്രമല്ല വളരെ ഭയാനകമായ ഭീമാകാരന്മാരായ ജയന്റ് സ്കൾ സ്പൈഡേഴ്സിനെയാണ് നമുക്ക് ആ വേൾഡിൽ കാണുവാൻ സാധിക്കുന്നത്. ആർഗസ് മൂന്നാമതായിട്ട് പ്രവേശിക്കുന്നത് സോംബി ഡയമെൻഷനിലേക്കാണ്. പേര് പോലെ തന്നെ ഏതോ വൈറസിനാൽ ഇൻഫെക്റ്റഡ് ആയ സോംബീസ് ആണ് ആ വേൾഡ് മൊത്തം ഉള്ളത്. ആർഗസ് നാലാമതായിട്ട് പ്രവേശിക്കാൻ ശ്രമിച്ച ഡോറ് നേരെ പോകുന്നത് ബ്ലാക്ക് ഹോളിലേക്കാണ്. ആർഗസ് അഞ്ചാമതായിട്ട് പ്രവേശിച്ചത് സാൽവേഷൻ എന്ന പ്ലാനറ്റിലാണ്. വളരെ ശാന്തസുന്ദരവും ശ്വസിക്കാൻ പറ്റുന്ന ഓക്സിജൻ ഒക്കെയുള്ള ഒരു പ്ലാനറ്റ്. സാൽവേഷൻ എന്ന പ്ലാനറ്റ് ആകും മെറ്റാ ഹ്യൂമൻസിനെയും ക്രിമിനൽസിനെയും തടവിലാക്കാൻ ആർഗസ് പ്രസനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. എന്തായാലും അതിന് മുന്നോടിയായിട്ടാണ് ആർഗസിന്റെ ഡയറക്ടറായ റിക് ഫ്ലാഗ് സീനിയർ തന്റെ മകനെ കൊന്നതിന്റെ റിവെഞ്ച് എടുക്കാനായിട്ട് പീസ് മേക്കറിനെ സാൽവേഷൻ എന്ന പ്ലാനറ്റിലേക്ക് അയക്കുന്നത്. സാൽവേഷൻ എന്ന പ്ലാനറ്റിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി ചെയ്തേക്കാം.